ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജ്കുമാർ പ്രശാന്തി. ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളെ സമീപിക്കുകയാണ്. ഇംഗ്ലീഷ് ഗ്രാമർ 4th ഡേ ക്ലാസ് 4 ആണ് ഇന്നത്തെ ക്ലാസ്. ഇന്ന് ഞാൻ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇന്നിവിടെ പ്രതിപാദിക്കപ്പെടുന്ന വിഷയം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇംഗ്ലീഷിൽ അടിസ്ഥാനപരമായിട്ട് 3 ടെൻസ് ഉണ്ട്: പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ ഈ 3 ടെൻസിന് 3 ക്ലാസിഫിക്കേഷനുകളുണ്ട്. അങ്ങനെ 12 ടെൻസ് ഉണ്ടെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം പ്രസൻറ്റ് ടെൻസ് പറഞ്ഞു തന്നു, സിമ്പിൾ പ്രസൻറ്റ്. പിന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് നമ്മൾ പഠിച്ചു. പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിച്ചു. ഇനി നാലാമത്തെ പ്രസൻറ്റ് ടെൻസിൻ്റെ 4ാമത്തെ ടെൻസായ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഇന്നിവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഈ ടെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടെൻസാണ്. സംസാര ഭാഷയിലെല്ലാം നമ്മൾ വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അത് നേരത്തെ തുടങ്ങിയ ഒരു പ്രവൃത്തി തുടങ്ങി ആ പ്രവൃത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, സംസാരിക്കുന്ന സമയത്തും ആ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതായത് നേരത്തെ തുടങ്ങി, കുറച്ച് നേരത്തെ ഒരു സമയത്ത് തുടങ്ങി പറയുന്ന സമയത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെൻസ് ആണെങ്കിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. ഉദാഹരണത്തിന്, ഞാൻ ഒരാളെ കാത്തിരിക്കുകയാണ്. ഞാൻ ഒരാളിനെ കാത്ത് ഇരിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരനെ. അയാൾ വന്നപ്പോൾ കുറേ കാത്തിരുന്നു, ഒരു 3 മണിക്കൂറോളം കാത്തിരുന്നപ്പോൾ അയാൾ എത്തി. അന്ന് എത്തിയപ്പോൾ ഞാൻ അയാളുടെ അടുത്ത് പറയുകയാണ്, ഞാൻ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂറോളമായി. എന്നുവെച്ചാൽ ആ 3 മണിക്കൂറിന് മുമ്പേ കാത്തിരിക്കുകയാണ്. അപ്പോഴാ കാത്തിരിപ്പ്, ആ പറഞ്ഞ സമയത്തും കാത്തിരിക്കുകയാണ്, അപ്പോഴാണ് അത് തീരുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, മലയാളത്തിൽ പറഞ്ഞാൽ ഞാൻ നിന്നെ 3 മണിക്കൂറോളം തൊട്ട് കാത്തിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 3 hours. അങ്ങനെ പറയാം, ഞാൻ നിന്നെ 3 മണിക്കൂറോളം കാത്തിരിക്കുകയാണ്, പറഞ്ഞ സമയത്തും കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, ഞാൻ നിന്നെ കാലത്ത് 8 മണി മുതൽ കാത്തിരിക്കുകയാണ്, എന്നിട്ട് അവൻ ഇപ്പോഴാണ് വന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 8 o'clock മോർണിംഗ് എന്നും പറയും. അവിടെ എല്ലാം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാം. വളരെ നേരത്തെ തുടങ്ങിയ ഒരു സംഭവം, ആക്ഷൻ, പ്രവൃത്തി പറയുന്ന സമയത്തും തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ അതിൽ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ഒരു മെക്കാനിക്ക് കാർ നന്നാക്കാൻ ഏൽപ്പിക്കാൻ കൊടുത്തു. നമ്മൾ വർഷാപ്പിച്ചപ്പോൾ അയാൾ നന്നാക്കി തീർന്നില്ല, നന്നായിക്കൊണ്ടിരിക്കുകയാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പറയാം, ദ മെക്കാനിക് ഹാസ് ബീൻ റിപ്പയറിങ് ദ കാർ സിൻസ് 9 o'clock മോർണിംഗ് എന്ന് പറയാം. അപ്പോൾ 9 മണി തൊട്ട് അയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പണി തീർന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ദ മെക്കാനിക് ഹാസ് ബീൻ റിപ്പയറിങ് ദ കാർ ഫോർ 6 hours. എൻ്റെ അർത്ഥം ദ വർക്ക് ഹാസ് നോട്ട് ബീൻ കംപ്ലീറ്റഡ് എന്നുള്ളതാണ്. ദ മെക്കാനിക് ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ദ റിപ്പയർ വർക്ക് ടിൽ നൗ. അടുത്തത് വേറെ ഒരു ഒക്കേഷൻ, കാലത്ത് വെളുപ്പം കാലം മുതലേ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നമുക്ക് പറയാം, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് ഏർലി മോർണിംഗ്. അല്ലെങ്കിൽ ഇപ്പം ഒരു 6 മണിക്കൂർ കൊണ്ട് മഴ പെയ്യുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ 6 hours എന്നൊക്കെ പറയാം. അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഒരു സംഭവം തുടങ്ങി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് ആ പറയുന്ന സമയം വരെ, ആ സമയം തൊട്ട് പറയുന്ന സമയം വരെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ ബോർഡൊന്ന് ശ്രദ്ധിക്കൂ. ഇംഗ്ലീഷ് ഗ്രാമർ ടെൻസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ടു ഡിനോട്ട് an action which began at some point of time in the past, continue from then onwards up to the present moment and is still continuing. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കുറേ നേരത്തെ തുടങ്ങി ഈ പറയുന്ന സമയത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റിൽ കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സിൻടാക്സ് എന്ന് പറയും. എങ്ങനെ നോക്കും? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്, ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ, BEEN, ബീൻ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്.
പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. പ്ലസ് ഓബ്ജക്റ്റ് ഇഫ് എനി. ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഓബ്ജക്റ്റ്, ഓബ്ജക്റ്റ് ഇല്ലെങ്കിൽ വേണ്ട. ഇൻട്രാൻസിറ്റീവ് കാര്യങ്ങൾ വെർബാണെങ്കിൽ ഓബ്ജക്റ്റ് കാണില്ല. ഒന്നുകൂടെ പറയാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ING ഫോം. ഇവിടെ PP ഞാൻ ഇട്ടേക്കുന്ന പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ് ING ഫോം പ്ലസ് ഓബ്ജക്റ്റ്. ഇതാ നോക്കൂ. അപ്പോൾ ഒന്നുകൂടെ പറയാം. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ആണ്. ഹാസ് വരുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് വരും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് വരും. നേരത്തെ പറഞ്ഞ ആം ഒന്നും വരില്ല. ആം ഇവിടെ വരില്ല. ഐ ആം എന്നുള്ള ആ വെർബ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് ആം ഇല്ല. ഐ ആണെങ്കിലും ഹാവ് ആണ് വരുന്നത്. ഹാസ് ഓർ ഹാവ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. ബീൻ മസ്റ്റാണ്, കോമൺ ആണ്. പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ING ഫോം. റൈറ്റിംഗ്, ഗോയിങ്, സീയിങ്, ഈറ്റിംഗ് എന്നൊക്കെ വരും. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ഓബ്ജക്റ്റ്. അടുത്ത ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ യു സിൻസ് 8 o'clock മോർണിംഗ്. ഐ ആയതുകൊണ്ട് ഹാവ്. ഞാൻ നിന്നെ 8 മണി മുതൽ കാത്തിരിക്കുകയാണ്. പറയുന്ന സമയത്താണ് കാത്തിരിപ്പ് അവസാനിച്ചത്. പറഞ്ഞ ആ മോമെൻറ്റ് അപ്പോഴത്തേക്ക് ആ കൂട്ടുകാരെ എത്തി. ആരെയാണ് കാത്തിരിക്കുന്ന ആൾ എത്തിയത് കൊണ്ട് അയാളടുത്ത് പറയുകയാണ് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ യു സിൻസ് 8 o'clock. 8 മണി മുതൽ നിന്നെ കാത്തിരിക്കുകയാണ്. ദ മെക്കാനിക് ഹാസ് ബീൻ റിപ്പയറിംഗ് ദ കാർ സിൻസ് 3 o'clock. അതായത് മെക്കാനിക്ക് 3 മണി മുതൽ കാർ നന്നായിക്കൊണ്ടിരിക്കുകയാണ്, നന്നാക്കി തീർന്നില്ല. ഈ കാറിൻ്റെ ഉടമസ്ഥൻ അവിടെ ചെന്നപ്പോൾ കാണുന്നത് മെക്കാനിക്ക് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഉപയോഗിക്കുന്ന ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ദ മെക്കാനിക് ഹാസ് ബീൻ റിപ്പയറിംഗ് ദ കാർ സിൻസ് 3 o'clock. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഇംപ്ലൈഡ് മീനിങ് എന്നത് ദ വർക്ക് ഹാസ് നോട്ട് ബീൻ കംപ്ലീറ്റഡ് ടിൽ നൗ ബൈ ദ മെക്കാനിക്. മെക്കാനിക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ല. ഇത് നമ്മൾ ആദ്യം പഠിച്ച പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്. ദ വർക്ക് ഹാസ് നോട്ട് ബീൻ കംപ്ലീറ്റഡ് ടിൽ നൗ ബൈ ദ മെക്കാനിക്. ഇത് പാസീവ് വോയിസ് ആണ്. ഇത് ആക്റ്റീവ് വോയിസ് ആയാലും എങ്ങനെ വരും? ദ മെക്കാനിക് ഹാസ് നോട്ട് കംപ്ലീറ്റ് ദ വർക്ക് ടിൽ നൗ. മെക്കാനിക്ക് ആ വർക്ക് ഇതുവരെ ചെയ്ത് തീർത്തിട്ടില്ല. വർക്ക് ഹാസ് നോട്ട് ബീൻ കംപ്ലീറ്റഡ് ടിൽ നൗ ബൈ ദ മെക്കാനിക് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ പാസീവ് വോയിസ് ആണ്. ദ മെക്കാനിക് ഹാസ് നോട്ട് കംപ്ലീറ്റഡ് ദ വർക്ക് ടിൽ നൗ എന്നുള്ളത് ആക്റ്റീവ് വോയിസ് ആണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇവിടെ ഇതിൻ്റെ അർത്ഥം പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മെക്കാനിക് ഹാസ് ബീൻ റിപ്പയറിംഗ് ദ കാർ സിൻസ് 3 o'clock. 3 മണി തൊട്ട് നന്നായിക്കൊണ്ടിരിക്കുന്നു, ഇതുവരെ നന്നാക്കി തീർന്നില്ല. ദ വർക്കേഴ്സ് ഹാവ് ബീൻ പെയിൻറ്റിംഗ് ദ ഹൗസ് ഫോർ 6 hours. വർക്കേഴ്സ് ആയതുകൊണ്ടാണ് ഹാവ് വന്നത്. വർക്കർ ആയിരുന്നെങ്കിൽ ഹാസ് ആയിരുന്നില്ല. വർക്കർ ഹാസ് ബീൻ പെയിൻറ്റിംഗ് ദ ഹൗസ് ഫോർ 6 hours. വർക്കേഴ്സ് ആയതുകൊണ്ട് വർക്കേഴ്സ് ഹാവ് ബീൻ പെയിൻറ്റിംഗ് ദ ഹൗസ് ഫോർ 6 hours. 6 മണിക്കൂർ കൊണ്ട് ആ ജോലിക്കാർ പെയിൻ്റ് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അടിച്ചു തീർന്നിട്ടില്ല. ഇനി ഇതൊന്ന് ശ്രദ്ധിക്കൂ. പാസീവ് വോയിസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് പാസീവ് വോയിസ് ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞു ഇംഗ്ലീഷിൽ 12 ടെൻസ് ഉണ്ട്. അതിൽ 8 ടെൻസിനെ പാസീവ് വോയിസ് ഉള്ളൂ, 4 എണ്ണത്തിനില്ല. ആ 4-ൽ പെടുന്ന ഒന്നാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ കണ്ടിന്യൂസ് ടെൻസിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പാസീവ് വോയിസ് ഇല്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 12 ടെൻസിൽ 8 എണ്ണത്തിന് പാസീവ് വോയിസ് ഉള്ളൂ, 4 എണ്ണത്തിനില്ല. അപ്പം 4 എണ്ണത്തിന് പെടുന്ന ഒന്നാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി വേറെ 3 എണ്ണത്തിനും ഇല്ല. നമുക്കിനി പഠിക്കാം. വേറെ 3 ടെൻസുകൾക്കും പാസീവ് വോയിസ് ഇല്ല. ഇനി ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് മിക്കവാറും സിൻസും ഫോറും കാണും. ഈ 2 വാക്ക് ഒരു എസൻഷ്യൽ ഘടകമാണ്. തീർച്ചയായിട്ടും വേണമെന്നില്ല, മിക്കവാറും കാണും. സംസാര ഭാഷയിൽ ഈ സിൻസും ഫോറും ഉപയോഗിക്കും. ഇതാ കണ്ട, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ യു സിൻസ് 8 o'clock. ദ മെക്കാനിക് ഹാസ് ബീൻ റിപ്പയറിംഗ് ദ കാർ സിൻസ് കണ്ടോ, സിൻസ് അവിടെ ഉണ്ട്. ദ വർക്കേഴ്സ് ഹാവ് ബീൻ പെയിൻറ്റിംഗ് ദ ഹൗസ് ഫോർ 6 hours. 6 മണിക്കൂർ കൊണ്ട് അവർ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3 മണി മുതൽ മെക്കാനിക്ക് കാർ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മുതൽ അല്ലെങ്കിൽ അത്രയും സമയം എന്നൊക്കെ പറയുന്ന 6 മണിക്കൂർ കൊണ്ട് അവർ വർക്കേഴ്സ് വീട് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോറും സിൻസും സിൻസ് 4, ഈ സിൻസും ഫോറും ഒരു മിക്കവാറും ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് പാസീവ് വോയിസ് ഇല്ല. പാസീവ് വോയിസ് ഡസ് നോട്ട് എക്സിസ്റ്റ് ഫോർ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്.
സിൻസ് ആൻഡ് ഫോർ ഈസ് സിൻസ് ഓർ ഫോർ ഈസ് യൂസ്ഡ് ഇൻ ദിസ് ടെൻസ്. ഈ ടെൻസ് ഉപയോഗിക്കുമ്പോൾ സിൻസ് അല്ലെങ്കിൽ ഫോർ ഉണ്ടായിരിക്കും. ഒരു പർട്ടിക്കുലർ സമയം മുതലെന്ന് പറയണമെങ്കിൽ സിൻസ് ഉപയോഗിക്കും. ഇത്ര മണിക്കൂർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇത്ര സമയം എന്ന് പറഞ്ഞാൽ ഫോർ ഉപയോഗിക്കും. ഇത്ര സമയം മുതൽ എന്ന് പറഞ്ഞാൽ സിൻസ് ഉപയോഗിക്കണം. ഇത്ര സമയം കൊണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഫോർ ഉപയോഗിക്കണം. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ലതോ? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഹിയർ ഫോർ യു സിൻസ് 8 o'clock. 8 മണി മുതൽ നിന്നെ ഞാൻ നോക്കിയിരിക്കുകയാണ്. ദ വർക്കേഴ്സ് ഹാവ് ബീൻ പെയിൻറ്റിങ് ദ ഹൗസ് ഫോർ 6 hours. ജോലിക്കാർ 6 മണിക്കൂർ കൊണ്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 മണിക്കൂർ കൊണ്ട്, 6 മണിക്കൂറോളം ആയി പെയിൻറ്റിങ്. അവിടെ ഫോർ. അപ്പം സിൻസും ഫോറും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പാസീവ് വോയിസ് ഇല്ല. ഈ പാസീവ് വോയിസ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ ടെൻസിൻ്റെ പാസീവ് വോയിസ് ഇല്ല. അത് എന്താണ് കാര്യമെന്ന് വിവരിച്ചു തരാൻ എനിക്ക് കഴിയില്ല. ഈ ടെൻസിന് പാസീവ് വോയിസ് ഇല്ല. പിന്നെ ഈ ടെൻസ് റിട്ടൺ ഭാഷകളിൽ അല്ലെങ്കിൽ എഴുത്തുകുത്തുകളിൽ അധികം ഉപയോഗിക്കില്ല. കൂടുതലും സംസാര ഭാഷയിലാണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുന്നത്, സംസാര ഭാഷയിലാണ്. പിന്നെ സിൻസും ഫോറും ഒരു അവിഭാജ്യ ഘടകമാണ് ഈ ടെൻസിൽ. മിക്കവാറും 95% ഈ പ്രയോഗത്തിൽ സിൻസോ അല്ലെങ്കിൽ ഫോറോ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ ഇംഗ്ലീഷ് ഗ്രാമർ ഫോർത്ത് ക്ലാസ്, 4ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നടന്നത്. ഇന്ന് ഞാൻ പഠിപ്പിച്ചത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ യൂട്യൂബ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ രാജ് പ്രശാന്തിയാണ്. RAJPRASHANTHY ആണ്. ഞാനിപ്പോൾ ഇതോടുകൂടി ഏകദേശം 19 20 യൂട്യൂബ് വീഡിയോസ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. 20 എന്നായില്ല. 20 നിങ്ങൾ കണ്ടാൽ വളരെ സന്തോഷമായിരിക്കും. നിങ്ങൾ എല്ലാം കാണണമെന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഈ ഗ്രാമർ മാത്രമല്ല, നോട്ട് പ്രിൻറ്റിങ്, അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൻ്റെ രീതി, ഇന്ത്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ, എക്ലിപ്സിനെ കുറിച്ചുള്ളത്, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള യൂട്യൂബ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കാണണമെന്ന് നിങ്ങളോട് ഞാൻ വളരെ വിനയപുരസരം അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് നന്മ വരട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.